أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك عليه. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹുവേ, ഈ പരിശുദ്ധ മദീന മുനവ്വറയുടെ തിരുമണലിൽ വെച്ച് ഞങ്ങൾ ഇരുകരങ്ങളും നിന്നിലേക്കു നീട്ടുന്ന ദുആകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നൂറ് കൊണ്ട് പ്രകാശിച്ച ഈ പുണ്യനാട്ടിൽ നിന്നുകൊണ്ടുള്ള ദുആ നീ ഖബൂലാക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിലേക്ക് ഖുർആൻ വഖഫ് ചെയ്തുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തുന്ന മജ്ലിസാണ് അല്ലാഹ്. പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിലേക്ക് ഖുർആൻ വഖഫ് ചെയ്തുകൊണ്ടുള്ള ഈ മജ്ലിസ് നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ നീ ഖബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആൻ വഖഫ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലാഹുവേ നദീറ നാസർ എന്ന പ്രിയപ്പെട്ട സഹോദരിയാണ്. അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സു നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, ഈ മജ്ലിസ് കേട്ടുകൊണ്ട്
ഹൃദയം തട്ടി ആ ഉമ്മ ആമീൻ പറയുന്നുണ്ട്. അല്ലാഹുവേ, ഓരോ ആഗ്രഹങ്ങളും ഓരോ വേദനകളും ഓരോ നീയത്തുകളും മനസ്സിലുണ്ട്. അവർ ആമീൻ പറയുന്നുണ്ട്. പല വേവലാദികളും വിഷമങ്ങളും കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. എല്ലാ ദുആയും ഈ പരിശുദ്ധ മദീന മുനവ്വറയിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്ന അതേ ഫലവും ഇജാബത്തും നീ നൽകണേ അല്ലാ. അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, മദീനയോടുള്ള സ്നേഹം കൊണ്ട് ഒരു പ്രതിഫലം ചെയ്താൽ 1000 ഇരട്ടി ലഭിക്കുന്ന മസ്ജിദുൻ നബവിയിലേക്കാണ് ഖുർആൻ വഖഫ് ചെയ്തിരിക്കുന്നത്. നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ ഭർത്താവിനും ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും മക്കൾക്കുമെല്ലാം ഈ മജ്ലിസിൻ്റെ ബറക്കത്തിനെ അവരുടെ ജീവിതത്തിലും അവരുടെ ആഗ്രഹങ്ങളിലും നീയത്തിലും കാണിച്ചു കൊടുത്ത് അല്ലാഹുവേ, എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന അടിമകളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. പഠിച്ചവനെ, എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി. പ്രത്യേകിച്ച് രോഗമാണ് ഞങ്ങൾക്ക് മുന്നിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഷഫിയായ കാഫിയായ മുആഫിയായ അല്ലാ, എല്ലാ രോഗവും ഈ പരിശുദ്ധ ഹറമിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഷിഫയാക്കണേ അല്ലാ. നീ ഷിഫയാക്കണം റഹ്മാനെ. പടച്ചവനെ, എല്ലാ വിഷമങ്ങളും രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, നിദീറായ്ത്തയുടെ മൈഗ്രേൻ എന്ന പ്രശ്നത്തിന് നീ പരിഹാരം നീ നൽകണം റഹ്മാനെ. ആ ഉമ്മയുടെ ശരീരത്തിലുള്ള ഷർറുകളും സിഹറുകളും ഐനുകളും രോഗമാണെങ്കിലും അതും നീ ഷിഫയാക്കണേ അല്ലാ. കഴിക്കുന്ന മെഡിസിനുകളെല്ലാം ഫലവത്താകുന്ന രൂപത്തിൽ നീ റാഹത്ത് നൽകണേ അല്ലാ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നദീറയ്ത്തയുടെ രോഗം നീ ആജിലായ ഷിഫ നൽകണേ അല്ലാ. മുത്തുനബി തങ്ങളുടെ ഈ പരിശുദ്ധ മദീനയുടെ ബറക്കത്ത് കൊണ്ട് അവർ ചെയ്ത ഖുർആൻ വഖഫിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ആജിലായ ഷിഫ നൽകണേ അല്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ തൗഫീഖ് നൽകി പരിശുദ്ധ മദീന മുനവ്വറയിൽ വന്ന് ഒരുപാട് സമയം ചിലവഴിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട അവരുടെ ഭർത്താവായ അല്ലാഹുവേ നാസർക്ക് അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. ദീർഘായുസ് നീ നൽകണേ അല്ലാ. ഇരുവരുടെയും ജീവിതം അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന, നീ പൊരുത്തപ്പെടുന്ന ജീവിതമാക്കി നാളെ നവദമ്പതികളെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അല്ലാഹുവേ എല്ലാം നീ അനുകൂലമാക്കി പ്രതികൂലമാക്കാതെ പൊരുത്തപ്പെട്ട ജീവിതം നയിക്കുന്നവരെ കൂട്ടത്തിൽ നീ അവരെയും ഉൾപ്പെടുത്തി അല്ലാഹുവേ ഇനിയും അങ്ങോട്ടുള്ള കാലം റാഹത്തോടെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഒരുമിപ്പിക്കുന്നവനും പിരിക്കുന്നവനും നീയാണ്. എന്നാൽ വീണ്ടും ഒരുമിപ്പിക്കാൻ നിന്നെക്കൊണ്ടല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ലല്ലോ റബ്ബേ. അസ്ഹാബുൽ ബദരീങ്ങളെ ഹഖ്ജാഹു ബറക്കത്തുകൊണ്ട്, അവരുടെ ഈമാനിൻ്റെ ബറക്കത്തുകൊണ്ട്, അവരുടെ തഖ്വയുടെ ബറക്കത്തുകൊണ്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചതുപോലെ പിന്നിൽ അണിനിരന്നതുപോലെ അല്ലാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിലായി ഞങ്ങൾക്കും അണിനിരക്കാനും മുത്തുനബി തങ്ങളെ ചര്യ ജീവിതത്തിൽ പിൻപറ്റാനും തൗഫീഖ് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട നാസറുക്കയുടെ രോഗങ്ങൾ നീ ഷിഫയാക്കണേ അല്ലാ. ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങളെല്ലാം നിനക്കറിയാമല്ലോ റഹ്മാനെ. അല്ലാഹുവേ എല്ലാ രോഗങ്ങളും നീ ഷിഫയാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത വിഷമങ്ങൾക്ക് പുറമെ നിനക്കറിയുന്ന ഞങ്ങളറിയാത്ത രഹസ്യമായ രോഗം ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായ ആജിലായ ഷിഫ നൽകണേ അല്ലാ. ഷിഫ നൽകണേ അല്ലാ. കഴിക്കുന്ന മെഡിസിനുകളെല്ലാം സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഫലവത്തായ മജ്ലിസാക്കണേ അല്ലാ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها
ونور الأبصار وضيائها وعلى آله وصحبه وسلم. രോഗശമനത്തിന് പരിഹാരമായ മരുന്നാണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ നീ ആജിലായ കാമിലായ മുക്കമ്മിലായ ഷിഫാ നൽകണം റഹ്മാനെ. പടച്ചവനെ നീ റാഹത്തും സന്തോഷവും നീ നൽകണം റഹ്മാനെ. പടച്ചവനെ മകൻ അല്ലാഹുവേ മുഹമ്മദ് നാസിഫ്, അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ പഠനത്തിൽ നല്ല പുരോഗതി നൽകണേ അല്ലാ. പഠിക്കണം, എനിക്ക് വിജയിക്കണം, എൻ്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം, എനിക്ക് നല്ലൊരു മേഖലയിലെത്തണം, ജീവിതം വിജയത്തിലാകണം എന്ന ഉറച്ച തീരുമാനവുമായി മുന്നേറാൻ ഭാഗ്യം നൽകണേ അല്ലാ. ആ പൊന്നുമോന് ഭാഗ്യം നൽകണേ അല്ലാ. വഴിതെറ്റി നടക്കുന്ന, കളി മാത്രമായി ചിന്തിക്കുന്ന, അല്ലാഹുവേ കൃത്യനിഷ്ഠയില്ലാത്ത ജീവിതം നയിക്കുന്ന, നിസ്കാരമില്ലാതെ ഖളാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം ആ പൊന്നുമോന് നൽകാതെ ആ മാതാപിതാക്കൾക്ക് കൺകുളിർമയാകുന്ന മകനാക്കണേ അല്ലാ. എന്നും ആ പൊന്നുമോൻ മാതാപിതാക്കൾക്ക് തുണയാവണം. നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ എന്ത് രോഗങ്ങളുണ്ടെങ്കിലും നീ പരിപൂർണമായ ഷിഫാ നൽകണേ അല്ലാ. ഷഫിയും കാഫിയും മുആഫിയുമായ അല്ലാ, നിന്റെ ഷിഫയല്ലാതൊരു ഷിഫയില്ല അല്ലാ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോൻ്റെ രോഗങ്ങൾ ഷിഫയാക്കി, ഓർമ്മശക്തി നൽകി, കൂർമ്മ ബുദ്ധി നൽകി, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്ന പൊന്നുമോനാക്കണേ അല്ലാ. പടച്ചവനെ എല്ലാ ദിവസവും 100-ലധികം സ്വലാത്തുകൾ ചൊല്ലി മുത്തുനബിയിലേക്ക് അടുക്കാൻ, അതിലൂടെ വലിയ വിജയം നേടുവാൻ തൗഫീഖ് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മകൾ ഫാത്തിമ നസറിൻ അല്ലാഹുവേ പൊന്നുമോൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നീ നൽകണം റഹ്മാനെ. പടച്ചവനെ ആ പൊന്നുമോളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നിനക്കറിയാം. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോൾ ആഗ്രഹിക്കുന്ന എല്ലാ ഖൈറായ കാര്യങ്ങളിലും വലിയ വിജയം നൽകണേ അല്ലാ, ഓർമ്മ ശക്തി നൽകണേ അല്ലാ, കൂർമ്മ ബുദ്ധി നൽകണം റഹ്മാനെ. പടച്ചവനെ ഹബീബായ മുത്തുനബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന നല്ലൊരു ഇണയ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ ഖൈറായ ജീവിതം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ പൊന്നുമോൾ ആഗ്രഹിക്കുന്നതിലേറെ അതിമഹത്തരമായ ഖൈറായ ജീവിതം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ബറക്കത്ത് നീ നൽകണം റഹ്മാനെ, റാഹത്ത് നീ നൽകണേ അല്ലാ. ഖൈറിൻ്റെ അഹ്ലുകാരെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ മുത്തുനബിയെ കാണാൻ ഖദീജ ഉമ്മയുമായി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുമായി ഏറ്റവും അടുത്ത് നിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പഠനത്തിലും ജീവിതത്തിലും സർവ്വമേഖലകളിലും നീ ബറക്കത്ത് നൽകി ധാരാളം സ്വലാത്തു ചൊല്ലാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി അത് ഈ കൂട്ടായ്മയിലൂടെ പുണ്യമദീനയിൽ സമർപ്പിച്ച് വലിയ വിജയം കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അതിലേറെ ഞങ്ങൾ കൊതിക്കുന്നത് ആ പുണ്യമോൾക്ക് ഖൈറായ സന്തോഷമുള്ള ഇണയെ ലഭിക്കണം, പുണ്യമദീനയിൽ വരണം, അവർക്ക് സന്തോഷം അതിലില്ലാത്തതാവണം. അല്ലാഹുവേ നീ ആഫിയത്തും ആരോഗ്യവും നൽകണം റഹ്മാനെ. പടച്ചവനെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഈ സ്വലാത്ത് കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി അനുജത്തി ഫാത്തിമ നസറിൻ പൊന്നുമോളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ നീ ഐശ്വര്യവും ബറക്കത്തും റാഹത്തും സന്തോഷവും നീ നൽകണേ അല്ലാ. പടച്ചവനെ ഒരുപാട് പേര് ഖുർആൻ പരിശുദ്ധ മദീന മുനവ്വറയിൽ വഖഫ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ അവർക്ക് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ്, മുറാദുകളാണ്, ഉദ്ദേശങ്ങളാണ്. രോഗം ശിഫയാകാൻ വേണ്ടിയും മരണപ്പെട്ടു പോയ മാതാവിൻ്റെ പേരിലും മരണപ്പെട്ടു പോയ പിതാവിൻ്റെ പേരിലും മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ പേരിലും ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ പേരിലും ഭാര്യയുടെ പേരിലും ഭാര്യയുടെ മാതാപിതാക്കളുടെ പേരിലും
ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ, ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയ മകൻ്റെ പേരിലുമൊക്കെ അതുപോലെ തന്നെ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചും ഖുർആൻ വഖഫ് ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. കൂട്ടത്തിൽ മക്കളുടെ ജന്മദിനം വരുമ്പോൾ ആ പൊന്നുമകളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ, ചെറിയ മക്കളാണെങ്കിൽ പഠനത്തിൽ പുരോഗതി ലഭിക്കാൻ, രോഗങ്ങൾ ശിഫയാകാൻ, പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഖുർആൻ വഖഫ് ചെയ്ത ഒരുപാട് പേര് ഈ 1-2 വർഷങ്ങൾക്കിടയിൽ കഴിഞ്ഞുപോയി. റഹ്മാനെ, എന്ത് ഉദ്ദേശം വെച്ചാണ് അവർ ഖുർആൻ വഖഫ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഓരോരുത്തരും വഖഫ് ചെയ്ത ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ പൂർത്തിയാക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ ഒരു സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. മക്കളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവനും നീ ബറക്കത്തും റാഹത്തും സന്തോഷവും നീ നൽകണേ അല്ലാ. പ്രത്യേകിച്ചെടുത്തു പറയേണ്ടത്, ഒരു തവണ ഖുർആൻ വഖഫ് ചെയ്തവർ തന്നെ മറ്റു പലരെയും കൊണ്ട് ഒരുപാട് ഖുർആൻ വഖഫ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഖുർആൻ വഖഫ് ചെയ്ത ആ വ്യക്തിക്ക് അതിന് കഴിയുക പോലുമില്ലാത്ത, കയ്യിലൊന്നുമില്ലെങ്കിലും എനിക്കും എൻ്റെ മുത്തുനബിയുടെ ഹളറത്തിൽ ഒരു ഖുർആൻ വെക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നിട്ട് വന്നവരാണ്. അല്ലാഹുവേ, ഈ ദുആ ചെയ്യുന്ന എനിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഖുർആൻ വഖഫ് ചെയ്തവർക്കും എല്ലാവർക്കും ഖുർആൻ വഖഫ് ചെയ്ത പ്രതിഫലം നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാം ഖബറിടം നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ഖുർആൻ വഖഫ് ചെയ്യാനും മജ്ലിസ് നടത്താനും സബബായിട്ടുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉമ്മ ആയിഷ ഉമ്മയ്ക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. ദീർഘായുസ്സു നീ നൽകണേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിൽ ഇനിയും ഒരുപാട് തവണ വരാനും ഒരുപാട് സമയങ്ങൾ പരിശുദ്ധ മദീന മുനവ്വറയിൽ ചെലവഴിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവൽ നീ നൽകണേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങളുടെ പൊരുത്തം നൽകി മഖബൂലും മർദിയുമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم.